ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ആവേശ പോരാട്ടത്തിൽ ആർസനലിന് വിജയം. ബേൺമൗത്തിനെ 2-നെതിരെ 3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. 10-ാം മിനിറ്റിൽ ബേൺമൗത്താണ് ആദ്യം ഗോൾ നേടിയത്. ഗബ്രിയേലിന്റെ പിഴവിൽ നിന്ന് കിട്ടിയ അവസരം ഇവാനിസൺ ഗോളാക്കി മാറ്റി. ഗബ്രിയേൽ വരുത്തിയ പിഴവിന് ഗബ്രിയേൽ തന്നെ മറുപടി നൽകി. 16-ാം മിനിറ്റിൽ ഗബ്രിയേലിന്റെ ഗോളിൽ ഒപ്പം പിടിച്ച് ആർസനൽ. രണ്ടാം പകുതിയിൽ റൈസിന്റെ ഇരട്ട ഗോൾ മികവിൽ 2 ഗോളുകൾക്ക് ആർസനൽ മുന്നിൽ. 54-ാം മിനിറ്റിലും 71-ാം മിനിറ്റിലുമായിരുന്നു റൈസിന്റെ ഗോൾ. വളരെ മികച്ച പ്രകടനമാണ് ഈ ഇംഗ്ലണ്ടുകാരൻ ആർസനലിനായി നടത്തിയത്. എന്നാൽ അവിടെ വെച്ച് തോൽവി സമ്മതിക്കാൻ ബോൺമൗത്ത് തയ്യാറായില്ല. ക്രോപ്പിയിലൂടെ രണ്ടാമത്തെ ഗോൾ നേടിക്കൊണ്ട് അവർ വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. 76-ാം മിനിറ്റിലായിരുന്നു ക്രൂപ്പിയുടെ ഗോൾ. മത്സരത്തിലുടനീളം ആർസനലിന്റെ ആധിപത്യമാണെങ്കിലും ഷോട്ടുകളിലും കോർണറുകളിലും ബേൺമൗത്ത് ആയിരുന്നു മുന്നിൽ. മത്സരത്തിലുടനീളം 14 ഷോട്ടുകൾ ബേൺമൗത്ത് ഉതിർത്ത് അതിൽ 3 എണ്ണം മാത്രമേ അവർക്ക് ഷോട്ട് ഓൺ ടാർഗറ്റിൽ എത്തിക്കാൻ സാധിച്ചുള്ളൂ. എന്നാൽ മറുഭാഗത്ത് 11 ഷോട്ടുകൾ അടിച്ച ആർസനലിന് 5 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റിൽ എത്തിക്കാൻ സാധിച്ചു. മത്സരം തീരുമ്പോൾ ബേൺമൗത്തിനെ 2-നെതിരെ 3 ഗോളുകൾക്ക് തകർത്ത് ആർസനൽ വിജയിച്ചു. 20 കളികളിൽ 15 വിജയവും 3 സമനിലയും 2 തോൽവിയുമായി 48 പോയിന്റുമായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 1-ാം സ്ഥാനത്തുള്ള തേരോട്ടം തുടരുകയാണ് ആർസനൽ. പ്രീമിയർ ലീഗിലെ മറ്റൊരു പോരാട്ടത്തിൽ ആസ്റ്റൺ വില്ലയ്ക്ക് വിജയം. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ 1-നെതിരെ 3 ഗോളുകൾക്ക് തകർത്തായിരുന്നു ആസ്റ്റൺ വില്ല വിജയിച്ചത്. 45-ാം മിനിറ്റിൽ വാക്കിങ്സിലൂടെ ലീഡ് പിടിച്ച് വില്ല. രണ്ടാം പകുതിയിൽ 49-ാം മിനിറ്റിൽ മാക്ജിൻ ഗോൾ നേടിക്കൊണ്ട് വില്ലയുടെ ലീഡ് ഇരട്ടിയാക്കി. എന്നാൽ 61-ാം മിനിറ്റിൽ ഒരു ഗോൾ മടക്കിയടിച്ച് വെസ്റ്റ് ഹാമിനായി ഗോൾ നേടിയത് വൈറ്റാണ്. പക്ഷേ 73-ാം മിനിറ്റിൽ മാക്ജിൻ തൻ്റെ രണ്ടാമത്തെ ഗോൾ നേടിക്കൊണ്ട് വില്ലയുടെ ജയം ഉറപ്പിച്ചു. മത്സരത്തിലെ സമ്പൂർണ്ണ ആധിപത്യം വില്ലയ്ക്കായിരുന്നു. വില്ല 11 ഷോട്ടുകൾ ഉതിർത്തപ്പോൾ അതിൽ 4 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. എന്നാൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 7 ഷോട്ടുകൾ ഉതിർത്ത് അതിൽ 5 എണ്ണം അവർക്ക് ഷോട്ട് ഓൺ ടാർഗറ്റിൽ എത്തിക്കാൻ സാധിച്ചു. 20 കളികളിൽ 13 വിജയവും 3 സമനിലയും 4 തോൽവിയുമായി 42 പോയിന്റുമായി ലീഗിൽ 3-ാമതാണ് ആസ്റ്റൺ വില്ല. ലാ ലീഗയിൽ ബാഴ്സലോണയ്ക്ക് വിജയം. എസ്പാനിയോളിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്ത് ബാഴ്സ ലാ ലീഗയിൽ വിജയക്കുതിപ്പ് തുടരുകയാണ്. ബാഴ്സയ്ക്കായി ഗോൾ നേടിയത് ഡാനി ഒൽമോയും റോബർട്ട് ലെവൻഡോസ്കിയും. ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്ക് ഗോളൊന്നും നേടാൻ സാധിച്ചില്ല. രണ്ടാം പകുതിയിൽ 86-ാം മിനിറ്റിൽ ഡാനി ഒൽമോ ബാഴ്സയ്ക്കായി ആദ്യ ഗോൾ നേടി. അതിന് തൊട്ടു പിന്നാലെ 90-ാം മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്കിയും കൂടി ഗോൾ നേടിയപ്പോൾ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് എസ്പാനിയോളിനെ തകർത്ത് ബാഴ്സലോണ വിജയിച്ചു. കളിയിലെ സമ്പൂർണ്ണ ആധിപത്യം ബാഴ്സയുടെ കൈകളിലായിരുന്നു. മത്സരത്തിൽ ഇരു ടീമുകളും 13 ഷോട്ടുകൾ വീതം ഉതിർത്തു. എസ്പാനിയോളിന്റെ 8 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്, എന്നാൽ ബാഴ്സയുടെ 6 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ് എത്തിക്കാൻ സാധിച്ചുള്ളൂ. പക്ഷേ ബാഴ്സയ്ക്ക് 2 ഷോട്ടുകൾ ലക്ഷ്യത്തിൽ എത്തിക്കാൻ സാധിച്ചു. ഈ വിജയത്തോടെ 19 കളികളിൽ നിന്ന് 16 വിജയവും 1 സമനിലയും 2 തോൽവിയുമായി 49 പോയിന്റുമായി ലീഗിൽ 1-ാമതാണ് ബാഴ്സലോണ.